ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, കാബേജ്, വെള്ളുള്ളി, വെളുത്തുള്ളി, മല്ലിയില, ചിക്കൻ 1 ഗ്ലാസ് വെള്ളവും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മൈദ തയ്യാറാക്കാം. 2 കപ്പ് മൈദയിൽ അല്പം സാൾട്ടും വെള്ളവും ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. അല്പം ഓയിൽ തടവി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മൈദ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫില്ലിങ് തയ്യാറാക്കാം. അതിനാവശ്യമായത്: ഒരു പാത്രം അടുപ്പയിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി നല്ലപോലെ മൂപ്പിക്കുക. അതിനുശേഷം 2 വെള്ളുള്ളി നല്ലപോലെ വഴറ്റുക. എല്ലാ വെജിറ്റബിൾസും ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കണം. ഉള്ളി നല്ലപോലെ മാളി വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസും ഇടുക. വെജിറ്റബിൾസ് വേവുന്നത് വരെ ഇളക്കുക. വേകുന്നത് വരെ ഇളക്കുക. 1 സ്പൂണ് കുരുമുളക് പൊടിയും 1/4 സ്പൂണ് ഉപ്പും ചേർത്ത് വഴറ്റുക. വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനാണത്. അതും കൂടെ ചേർത്ത് വഴറ്റുക. സോയാ സോസ് 1 സ്പൂണ് ചേർക്കുക. സോസ് ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം മല്ലിയില ഇടുക. ഫില്ലിങ് ഒന്ന് തണിയാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മൈദ പരത്തിയെടുക്കാം. മൈദ പരത്തിയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ അളവിൽ ഗ്ലാസ് വെച്ച് അളന്നതാണിത്. അതിനുശേഷം പരത്തി വെച്ച മൈദയിലേക്ക് ഫില്ലിങ് വെച്ച് മടക്കി ഓരോ മോമോസും തയ്യാറാക്കിയെടുക്കാം. ഒരു ഇഡ്ഡലി തട്ട് അടുപ്പയിൽ വെച്ച് അതിലേക്ക് തട്ട് വെച്ച് എണ്ണ തടവി ഓരോ മോമോസും അതിലേക്ക് എടുത്ത് വയ്ക്കുക. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. സോസ് തയ്യാറാക്കാം. 2 തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ പഞ്ചസാര. അത് നല്ലപോലെ അരയ്ക്കുക. ഒരു പാത്രം അടുപ്പയിൽ വെച്ച് 1/2 സ്പൂൺ ഓയിൽ ചേർത്ത് ആ പേസ്റ്റും 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് തയ്യാറാക്കാം.